നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. ലയൺസ് ക്ലബ് പ്രസിഡന്റ് TB ബിജു ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ഡോക്ടർ രാജതിലകം ജയലാൽ, സെക്രട്ടറി K മോഹനൻ പിള്ള എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. മാസ്റ്റർ ഏഡൻ, C മുരളീധരൻ പിള്ള, ഡോക്ടർ പോൾ, ഡോക്ടർ സന്തോഷ് K തര്യൻ, ഡോക്ടർ D ജയലാൽ, B അനിൽകുമാർ, VK ഗോപാലകൃഷ്ണ പിള്ള, അഡ്വക്കേറ്റ് K ഉണ്ണികൃഷ്ണൻ നായർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. पंजाब सिंध गुजरात मराठा द्राविड उत्कल विंध्य हिमाचल यमुना गंगा उच्छल जलधि तरंगा शुभ नामे तब शुभाशिष मागे जागे तब जय गाथा. ആദ്യം തന്നെ എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. വന്നിരിക്കുന്ന എല്ലാവരെയും നമ്മുടെ ഈ ഇൻഡിപെൻഡൻസ് സെലിബ്രേഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഭാരതത്തിൻ്റെ സമ്പന്നവും പൈതൃകവും കൊണ്ട് നിറഞ്ഞ സമ്പൽ സമൃദ്ധി നിറഞ്ഞ ഒരു രാജ്യത്ത് കോളനി വാഴ്ചകൾ മൂലം നശിച്ച പോയ ഒരു രാജ്യത്തെ വീണ്ടെടുത്ത ഭരണ നേതാക്കന്മാരും ധീര ജവാന്മാരുടെയും കഷ്ടപ്പാട് മൂലം അന്ന് ത്യാഗം അനുഭവിച്ച് നേടിയ ആ സ്വാതന്ത്ര്യം നമ്മളിന്ന് സ്നേഹത്തോടും സൗഹൃദത്തോടും നാനാ മതസ്ഥരുമായിട്ടും സംയോജിച്ച് നല്ലൊരു രാജ്യത്തെ പടുത്തു ഉയർത്താൻ സഹായിച്ച നമ്മുടെ ധീര ജവാന്മാരെയും നേതാക്കന്മാരെയും എപ്പോഴും നമ്മൾ ഓർക്കുകയും ചെയ്യണം. നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യം സത്യം പറഞ്ഞാൽ ഇപ്പം അമിത സ്വാതന്ത്ര്യം ആയോന്ന് സംശയം. കാരണം അത്രമാത്രം ആ സ്വാതന്ത്ര്യത്തെ നമ്മൾ വിനിയോഗിക്കുകയും അല്ലാതെ തന്നെ ദുർവിനിയോഗം ചെയ്യുന്നുണ്ട്. കാരണം അത്രമാത്രം ആ സ്വാതന്ത്ര്യം നമ്മൾ ഒരു വേറെ രീതിയിൽ കാഴ്ചപ്പാട് നമ്മൾ കാണുന്നുണ്ട്. എന്നാലും നമുക്കിട്ട് സ്വാതന്ത്ര്യം ഓരോ രാജ്യത്ത് പോകുമ്പോഴും ഓരോരോ രാജ്യത്തിൻ്റെ അഭിമാനവും സമൃദ്ധിയും അഖണ്ഡതയും നമ്മൾ ഉയർത്തിപ്പെടുന്നത് അവർ പൗരന്മാരുടെ ഉത്തരവാദിത്വമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നമുക്ക് ഓരോ പൗരന്മാരും അതിൻ്റെ അഭിമാനത്തോടു കൂടി എവിടെയും അതിൻ്റെ യശസ് ഉയർത്തി ജീവിക്കുവാൻ നമുക്കെന്നും ഈ സ്വാതന്ത്ര്യം നല്ല രീതിയിൽ വിനിയോഗിക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസരിക്കുന്നു. എല്ലാവർക്കും ഞാൻ നല്ലൊരു ആശംസ വീണ്ടും നേരുകയും ചെയ്യുന്നു. നൂറ്റാണ്ടുകളായി ഇന്ത്യൻ ജനതയെ അടക്കി ഭരിച്ച ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ നമ്മുടെ മണ്ണിൽ നിന്നും തുരത്തി ഓടിക്കാൻ പൊരുതി മരിച്ച ധീരയോദ്ധാക്കളുടെ വീരസ്മരണയ്ക്ക് മുന്നിൽ രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇതാ നാം വീണ്ടും ഒരു സ്വാതന്ത്ര്യദിനം കൂടി. ഐ വാണ്ട് യുവർ ബ്ലഡ്, ഗീവ് മീ യുവർ ബ്ലഡ്, ഐ വിൽ ഗീവ് യു ഫ്രീഡം. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഏതൊരു ഇന്ത്യൻ പൗരനും മറക്കാനാവാത്ത നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ വരികൾ. അല്പം കൂടി ശ്രദ്ധിച്ചാൽ ബാലഗംഗാധര തിലകന്റെ സ്വരം കേൾക്കാം. സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ്. 1947 ആഗസ്റ്റ് 15 ഗാന്ധിജിയുടെയും മറ്റ് പ്രമുഖ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ നാം സ്വതന്ത്രരായി. പക്ഷേ അന്നേ ദിവസം മഹാന്മാർക്ക് ദുഃഖത്തിന്റെ ദിനമോ സന്തോഷത്തിന്റെ ദിനമോ എന്ന് തിരിച്ചറിയാൻ പ്രയാസമായിരുന്നു എന്ന് കാണാം. അന്നേ ദിവസം ഏറ്റവും കൂടുതൽ ദുഃഖിച്ചത് മഹാത്മാഗാന്ധി ആയിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്ത്യ വിഭജനത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കൂ. എ സ്പിരിച്വൽ ട്രാജഡി, ഒരു ആത്മീയ ദുരന്തം. 32 വർഷത്തെ പരിശ്രമം ഒരു നാണംകെട്ട അവസാനത്തിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ പരിപൂർണ്ണ സ്വതന്ത്രരാണ്. കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കേണ്ട കടമ നമ്മളിൽ നിക്ഷിപ്തമാണെന്ന് കാണിക്കുകയും മഹാന്മാരിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് നല്ലൊരു ഭാവിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മെ ഉദ്ബോധിപ്പിക്കുകയുമാണ് സ്വാതന്ത്ര്യദിന ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശങ്ങൾ ചിലത്. ഇന്ത്യയുടെ നല്ല ഭാവിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഏവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം പ്രസംഗിക്കുന്നു. നന്ദി, നമസ്കാരം. എന്നാൽ ഈ ചടങ്ങിൽ പങ്കെടുത്ത പതാക ഉയർത്തിയ നമ്മുടെ പ്രസിഡന്റ് ലയൺ TB ബിജുവിനും ആശംസാ സന്ദേശം നൽകിയ നമ്മുടെ ലയണസ് ഡോക്ടർ രാജതിലകത്തിനും പ്രിയമുള്ള ഇവിടെ എത്തിയ എല്ലാവർക്കും കൊട്ടാരക്കര ലയൺസ് ക്ലബിൻ്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഇതേ തരത്തിലുള്ള കൂട്ടായ്മ കാലങ്ങളോളം തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.